മോഴയുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. മോഴയാണ്. അത് കൂട്ടത്തിന് കുഞ്ഞുണ്ടെ മാത്രമേ ചെയ്യുള്ളൂ. തലയിൽ മുടിയുള്ള ആന അത് ഏതാണ് പറഞ്ഞത്? അതവിടെ മേലെ ഒരു ചേട്ടൻ, രാജുവാ ചേട്ടനെ തട്ടി വാരിയലിൽ എന്തോ. പിന്നെ കിടപ്പിലാണോ പുള്ളി? ആ, എണിക്കാൻ നടക്കാനൊക്കെ പറ്റും വീട്ടിൽ തന്നെ. പിന്നെ ഇവിടെ ഈ താഴെ അവിടെ ആനകളൊക്കെ ഇഷ്ടമുണ്ട്. സ്കൂൾ ബസ് എന്ന് പറയുന്ന സിനിമ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ലൊക്കേഷനിൽ വെച്ച്. ഇവിടെ പിന്നെ കുറച്ച് താഴെയായിട്ട് ഉണ്ടാ. അത് അങ്ങോട്ട് പോകുമ്പോ തേക്കുംകൂപ്പുണ്ട്, അവിടെ വെച്ച് മമ്മൂട്ടിന്റെ അവിടെ പുഴയുണ്ടായിരുന്നു. ഈ നിങ്ങൾ ചേകാടി വഴിയല്ലേ പറഞ്ഞേ? അവിടെ ഉണ്ടായിരുന്നോ? അല്ല, അവിടുന്ന് വന്നപ്പോ വെലങ്ങാടി കയറ്റുണ്ട്. അപ്പൊ ഞാനും എൻ്റെ ചേട്ടായും ഇതേപോലത്തെ ഒരു ബുള്ളറ്റ് എൻ്റെ ചേട്ടായിക്ക് ഉണ്ട്. ഈ ബുള്ളറ്റ് അപ്പൊ ഞാനും ചേട്ടായും ബുള്ളറ്റിൽ വന്നു. ഇവൻ്റെ അച്ഛൻ ഇവരെല്ലാവരും കൂടി കാറിന് വന്നു. അപ്പോൾ ഞങ്ങൾ ബുള്ളറ്റ് വന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ അടിച്ച് ചാടിയിരുന്നു. ഇന്നലെ കുറച്ചപ്പുറത്ത് ഞങ്ങൾ വീട്ടിൽ നിന്നപ്പോൾ കേട്ടോ. അല്ലല്ല, അതൊരു മൂളുന്ന പോലെ കേൾക്കും. ഇന്നലെ തൊട്ട് കരയാൻ തുടങ്ങി. കടുവേ ഇപ്പം ഇടയ്ക്കുള്ള സൗണ്ട് കേട്ടായിരുന്നു. ഇന്നലെ രാത്രിക്കായിരുന്നു. നല്ല ഒച്ച ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, അതിന് മൂളിച്ച മാത്രമേ കേൾക്കുള്ളൂ, മറ്റേ കരയുന്ന പോലെ കേൾക്കത്തില്ല. നിങ്ങളുടെ വീട്? എൻ്റെ വീട് ഇത് തന്നെ. ഈ വീട്ടുകാരെ പശുവിനെ കടുവ പിടിച്ചാ? എപ്പോഴും 2005 ആനയെ കൂടുതലും കടുവ അങ്ങനെ ഇടയ്ക്കൊക്കെ ഉള്ളൂ. അത് തേകാടി ഉണ്ടായിരുന്നു, അതൊന്ന് ഒരെണ്ണം ചത്തുപോയി. വാഗേരി അടുത്താണോ? അത് അവിടെ ഒന്നുമില്ല, ഇവിടെ കയറി വന്നെടുത്ത്. ആണോ? ഫ്രണ്ട്സ്, നമ്മൾ ചേകാടി നിന്നും വാഗേരി വരുന്ന റൂട്ടിൽ വഴിയിൽ 2 കൊച്ചനിയന്മാരെ കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് കുളന്ന എന്നാണ്. കാടിനോട് ചേർന്നുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കടുവയുടെ പ്രസൻസ് ആണ്. കടുവയുടെ സാന്നിധ്യം വളരെ കൂടുതലായിട്ടുള്ളൊരു പ്രദേശം കൂടിയാണ്. മുൻപൊരിക്കൽ തൊട്ട് താഴത്തെ ഒരു വീട്ടിൽ നിന്നും പശുവിനെയൊക്കെ കടുവ പിടിച്ചുകൊണ്ട് പോയി. കടുവയുടെ മുരൾച്ചയൊക്കെ സ്ഥിരം കേൾക്കാറുണ്ടെന്നാണ് പിള്ളേർ നമ്മളോട് പറഞ്ഞത്. കടുവ ശല്യം ഉണ്ടെങ്കിലും മനുഷ്യരെ ഇതുവരെ ആക്രമിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. മൊബൈലിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് വർക്കിംഗ് അല്ല. അങ്ങനെ വഴിതെറ്റി വന്നപ്പോൾ കണ്ടൊരു ഫ്ലെക്സാണ്. ഇവിടെയും കടുവയുടെയും പുലിയുടെയൊക്കെ ശല്യം രൂക്ഷമാണെന്നാണ് തോന്നുന്നത്. നമ്മളെന്തായാലും ഇപ്പോൾ പോകുന്നത് വാഗേരിയിലാണ്. വാഗേരിയിൽ ഒരു 6 മാസം മുന്നേ ഒരു കർഷകനെ കടുവ ആക്രമിച്ച് കൊന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ഇതിലും ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് വന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫോറസ്റ്റിൻ്റെ മതിലാണ്. ഈ വന്യമൃഗങ്ങൾ പുറത്തോട്ട് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു പരിധിവരെ ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കടുവ കർഷകനെ ആക്രമിച്ചു കൊന്ന കാപ്പിത്തോട്ടത്തിൻ്റെ അടുത്ത് നമ്മൾ എത്താറായി. പ്രജീഷിൻ്റെ മരണം നടന്ന ആ കാപ്പിത്തോട്ടത്തിലാണ്. ആ കാപ്പിത്തോട്ടത്തിന് താഴെയാണ് പുല്ലരിയാൻ വേണ്ടി പ്രജീഷ് പോയത്. അതിൻ്റെ ഏതാണ്ട് അടുത്തടുത്തായി 3 കൂടുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ആ 3 കൂടുകളിൽ ഒന്നിൽ ഇന്നലെ ഈ കടുവ എത്തി എന്നതിന് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്. അതായത് അവിടെ ഈ സ്ഥലം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ക്ലിപ്പ് ഇട്ടത്. ഈ കാണുന്ന റോഡിൽ നിന്നും 100 മീറ്റർ മാറി ഉള്ളിലോട്ട് വെച്ചാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. ന്യൂസിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ കാട് പിടിച്ച അവസ്ഥയാണ് ഈ കാപ്പിത്തോട്ടം കംപ്ലീറ്റ്. ആ സംഭവത്തിന് ശേഷം ആരും പുല്ല് ചെത്താനൊന്നും ഇങ്ങോട്ടേക്ക് വരാറില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. മാത്രമല്ല മുമ്പത്തേക്കാളും നല്ല രീതിയിൽ കാപ്പിത്തോട്ടത്തിനകത്ത് കാട് പിടിച്ച അവസ്ഥയാണ്. കടുവ മറഞ്ഞിരുന്നാലും നമുക്ക് അത് കാണാനൊന്നും പറ്റില്ല. ഇവിടെ റോഡരികിൽ വണ്ടി നിർത്തിയാണ് പ്രജീഷ് എന്ന സഹോദരൻ പുല്ലരിയാൻ വേണ്ടിയിട്ട് ഈ വഴി താഴോട്ട് പോയത്. ഏകദേശം വൈകുന്നേരം 3 മണി സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇരുന്ന് പുല്ല് ചെത്തുന്ന സമയത്തായിരിക്കാം കടുവ പിന്നിൽ നിന്നും അറ്റാക്ക് ചെയ്തത്. ഒരു പക്ഷേ നേരത്തെ കടുവയുടെ സാന്നിധ്യം അറിഞ്ഞിരുന്നെങ്കിൽ ആ പാവം രക്ഷപ്പെട്ടു പോയേനല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 300 മീറ്റർ മാറിയാണ് മരിച്ച ചേട്ടൻ്റെ വീട്. ഈ കാണുന്ന കാപ്പിത്തോട്ടത്തിൻ്റെ അടുത്തായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പൊതുവെ ഒറ്റപ്പെട്ട രീതിയിലാണ് ഈ സ്ഥലമൊക്കെ നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്.
മരിച്ചുപോയ ആ ചേട്ടൻ്റെ ജീപ്പാണ് ഈ കാണുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം 344 സ്ക്വയർ കിലോമീറ്ററാണ്. വനം വകുപ്പിൻ്റെ കണക്ക് പ്രകാരം ഏകദേശം 120 എണ്ണം കടുവകൾ വയനാട് വന്യജീവി സങ്കേതത്തിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കടുവയുടെ ആവാസ വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ 10 സ്ക്വയർ കിലോമീറ്ററെങ്കിലും വേണ്ടി വരുന്നു. അവയുടെ ടെറിട്ടറിയുടെ കാര്യം വരുമ്പോൾ ഏകദേശം 34-40 കടുവകൾക്ക് മാത്രമേ വയനാട് വന്യജീവി സങ്കേതത്തിൽ പാർക്കാൻ സൗകര്യമുള്ളൂ. കടുവയുടെ പെരുപ്പവും അതിന് ജീവിക്കാൻ ആവശ്യമായ ടെറിട്ടറി ഇല്ലാത്തത് കൊണ്ടുമാണ് കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഒരു പരിധിവരെ കടുവ ഇറങ്ങുന്നത്.